ഒരു ചീനച്ചട്ടിയിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിയും 5 ചെറിയുള്ളിയും ചേർത്ത് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിറം മാറേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അത് നമുക്ക് മാറ്റി വെക്കാം. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉലുവ, ചെറിയുള്ളി എന്നിവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ആ മിക്സിയുടെ അരപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പീസ് കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. കൊടമ്പുളി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പിന്റെ അളവ് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചെമ്പല്ലി ചേർത്ത് കൊടുക്കാം. മീൻ ആവശ്യത്തിന് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ.